ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫലപുഷ്ടിയുള്ള കൊമ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22 വാക്യം. യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പുതുവർഷ ആശംസകൾ നേരുന്നത്. പുതുവർഷത്തിൽ നിങ്ങളെ ഒരു ഫലപ്രദമായ വൃക്ഷമായി സ്ഥാപിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. പുതുവർഷത്തിലുടനീളം ഈ വിലയേറിയ വാഗ്ദാനം നിങ്ങൾക്ക് അവകാശമാക്കാം. വാർദ്ധക്യത്തിൽ യാക്കോബ് തന്റെ 12 പുത്രന്മാരെയും വിളിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹ വചനങ്ങൾ പ്രവചനങ്ങളായി പുറത്തു വന്നു. അവരെയും അവരുടെ പിൻഗാമികളെയും കുറിച്ചായിരുന്നു ആ പ്രവചനങ്ങൾ. തന്റെ മകൻ യോസഫിനെ അനുഗ്രഹിച്ചപ്പോൾ യാക്കോബ് പറഞ്ഞ വാക്കുകളാണ് മുകളിലെ വാക്യം. യോസഫിന്റെ ജീവിതത്തിന്റെ ആരംഭം നോക്കുകയാണെങ്കിൽ അത് വളരെ ദുരന്തമായിരുന്നു. അവന്റെ അമ്മ അവന് യോസേഫ് എന്ന് പേരിട്ടു. അതിനർത്ഥം നീ വർദ്ധിക്കും എന്നാണ്. തന്റെ മകൻ വളരണമെന്നും അതിന്റെ അതിരുകൾ വികസിക്കണമെന്നും അവൾ ആഗ്രഹിച്ചു. സന്താനങ്ങളില്ലാതെ വർഷങ്ങൾക്ക് ശേഷം യോസഫ് ജനിച്ചതിനാൽ അവൾ അവനെ വളരെയധികം സ്നേഹിച്ചു. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, യോസെഫ് ബാലനായിരുന്നപ്പോൾ തന്നെ അവൾ മരിച്ചു. ഈ ചെറുപ്രായത്തിൽ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുന്നത് എത്ര വേദനാജനകമാണ്. യോസെഫ് അമ്മയെ ഓർത്ത് വാവിട്ട് കരഞ്ഞിരിക്കണം. മാത്രവുമല്ല, അവന്റെ എല്ലാ സഹോദരന്മാരും യോസെഫിനെ വെറുത്തു. അതുകൊണ്ട് സ്വയം കുടുംബത്തിൽ പോലും അനാഥനായി നിൽക്കേണ്ടി വന്നു. എന്നാൽ നമ്മുടെ പ്രിയ കർത്താവിന് എൽഷദായി എന്ന നിലയിൽ അവനോട് കരുണ തോന്നി. അനാഥരായവരെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്നവനാണവൻ. ബൈബിൾ പറയുന്നു, ഒരു സ്ത്രീക്ക് തന്റെ മുലകുടിക്കുന്ന കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? അവളുടെ ഗർഭസ്ഥ ശിശുവിനോട് കരുണ കാണിക്കാതിരിക്കുമോ? തീർച്ചയായും അവൾ മറന്നാലും നിന്നെ മറക്കുകയില്ല എന്ന് വാക്കു ചെയ്ത ദൈവമുണ്ട്. നോക്കൂ, ഞാൻ നിന്നെ എന്റെ കൈകളിൽ വരഞ്ഞിരിക്കുന്നു. അതിന്റെ മതിലുകൾ എപ്പോഴും എന്റെ മുൻപിലുണ്ട് എന്ന്. ഇത് യേശയ്യാവ് 49 അധ്യായം 15-16 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫലമുള്ള ഒരു ചെടിയായി യോസഫിനെ അനുഗ്രഹിക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. രാത്രിയിൽ യോസഫുമായി ആശയവിനിമയം നടത്താൻ തുടങ്ങി. സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അവനോട് സംസാരിച്ചു. ഒരു ദിവസം സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തന്നെ വണങ്ങുന്നത് യോസഫ് സ്വപ്നം കണ്ടു. മറ്റൊരവസരത്തിൽ യോസെഫ് വെട്ടിയെടുക്കുന്ന കറ്റ് നിവർന്നു നിൽക്കുന്നതും സഹോദരന്മാർ കൊണ്ടുവന്ന ധാന്യക്കറ്റ യോസഫിന്റെ കറ്റയെ കുമ്പിടുന്നതും യോസെഫ് തന്റെ ദർശനത്തിൽ കണ്ടു. നമ്മുടെ കർത്താവ് വളരെ അനുകമ്പയോടെ അത്തരം സുഖകരമായ സ്വപ്നങ്ങൾ കൊണ്ട് യോസഫിനെ ആശ്വസിപ്പിച്ചതെങ്ങനെയെന്ന് നോക്കൂ. അതുപോലെ ഇന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കാനും അനുഗ്രഹിക്കാനും അവൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഒരു ഫലവൃക്ഷമായി സ്ഥാപിച്ചതുപോലെ നന്ദിയുള്ള ഹൃദയത്തോടെ അവന് നന്ദി പറയുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് 22 അധ്യായം 2 വാക്യം. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചും മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്കുതകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം മത്തായി 1 അധ്യായം. ആമേൻ.